സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡേഞ്ചർ കോയിൻ ടാസ്കിന്റെ ഇടയ്ക്ക് സംഭവിച്ച ആ വലിയ വഴക്ക്. ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചതാരെ, അവിടെ ആരാണ് കെട്ടിമറഞ്ഞു വീണത്, ആരാണ് ശരണ്യയെ ഉപദ്രവിച്ചത് എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട്. നമുക്കറിയാം, ലൈവ് കണ്ടവർക്ക് ഒന്നും തന്നെ ആ വീഡിയോസ് കാണാൻ സാധിച്ചിട്ടില്ല. ലൈവിൽ അവർ അതെടുത്ത് കാണിച്ചിരുന്നില്ല. എപ്പിസോഡിൽ മാത്രമാണ് ആ വീഡിയോയുടെ ഒരു കട്ടിങ് വന്നത്. ആ കട്ടിങ് ഇപ്പൊ എല്ലാവരും സ്ലോ മോഷനിലൊക്കെ ഇട്ട് വളരെ ശ്രദ്ധിച്ച് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ജിൻഡോയുടെ കൈ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ശരണ്യയുടെ ദേഹത്തല്ല ജിൻഡോയുടെ കൈ കാണുന്നത് വീഡിയോയിൽ. അവിടെ ജിൻഡോയുടെ കൈ സെപ്പറേറ്റ് വേറെ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ശരണ്യയുടെ മുടിയിൽ വേറെ ആരുടെയോ കൈ ഉണ്ട്. അപ്പൊ ആരുടെ കൈയാണ് ശരണ്യയുടെ തലയിലുള്ളത്, ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചത് ആര് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ഗബ്രിയുടെ കൈയാണെന്ന്. ഗബ്രിയാണ് ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചത്, എന്നിട്ട് ആ കുറ്റം ജിൻഡോയുടെ തലയിലേക്ക് ഇടുകയായിരുന്നു എന്നാണ് ഒരുവിധം പേരൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ജിൻഡോയും ശരണ്യയും കെട്ടിമറിഞ്ഞ് വീഴാൻ പോകുന്ന സമയത്ത് എല്ലാവരും അവിടെ ഓടിക്കൂടുന്നുണ്ട്. ആ സമയത്ത് അവിടെ അർജുനുണ്ട്. അർജുനാണ് ജിൻഡോനെ പിടിച്ചു മാറ്റാനായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പുറകിൽ നിന്നുകൊണ്ട്. അതുപോലെ തന്നെ ഗബ്രി എവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണുന്നില്ല, അതിന്റെ പുറകിലായിട്ട് ഗബ്രി ഉണ്ട്. പിന്നെ ചുറ്റും എല്ലാവരും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആരുടെ കൈയാണ്, അത് ഗബ്രിയുടെ കൈ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പിക്കാനായിട്ട് പറ്റുന്നതല്ല. അവിടെ നമുക്ക് കാണുന്ന ആ ഒരു വീഡിയോയോ ഫോട്ടോയോ കാണുന്ന സമയത്ത് അത് അർജുന്റെ കൈയാണോ എന്നുള്ളൊരു സംശയവും വരുന്നുണ്ട്. അർജുന്റെയോ ഗബ്രിയുടെയോ കൈയാണോ അത് ശരണ്യയുടെ മുടിയിൽ കൊളുത്തി വലിച്ചിരിക്കുന്നത് എന്നറിയില്ല. അതോ മനഃപൂർവ്വം വലിച്ചുകൊണ്ട് ജിൻഡോയുടെ മേലിലേക്ക് കുറ്റമിട്ടതാണോ എന്ന് നമുക്കത് മനസ്സിലാവുന്നില്ല കൃത്യമായിട്ട്. എന്തായാലും ജിൻഡോയുടെ കൈയല്ല എന്നാണ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അത് അർജുന്റെ കൈയാവാം, ചിലപ്പോൾ ഗബ്രിയുടെ കൈയാവാം, ആരുടെയെങ്കിലും കൈയാവാം. ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതാണോ, ജിൻഡോയുടെ മേലിലേക്ക് കുറ്റം വരുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണോ, അതോ ആ തിക്കിലും തിരക്കിലും ഇടയിൽപ്പെട്ട് അറിയാതെ സംഭവിച്ചതാണോ എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും ജിൻഡോ അല്ല വലിച്ചത് എന്നാണ് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരുവിധം പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജിൻഡോയുടെ കൈ അല്ല എന്നുള്ളതാണ്. ശരണ്യയെ ജിൻഡോ ഉപദ്രവിച്ചിട്ടില്ല. ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചത് അത് ജിൻഡോ അല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡാണ് വരുന്നത്. ലാലേട്ടൻ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആ വീഡിയോയുടെ സത്യാവസ്ഥ എന്തെന്നോ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ സമയത്ത് അതിൽ തെറ്റ് ചെയ്തത് ആര് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് ജിൻഡോയാണ് ചെയ്തത്, അതോ ജിൻഡോയ്ക്ക് കുറ്റം വരുവാൻ വേണ്ടി ഗബ്രി മനഃപൂർവ്വം ചെയ്ത് ജിൻഡോയുടെ തലയിൽ കെട്ടിവെച്ചതോ, അതോ പിടിവലിക്കിടയിൽ അവിടെ അർജുന്റെ കൈയാണോ വന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിന് വ്യക്തമായ ഉത്തരം തരേണ്ടത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനും ബിഗ് ബോസും ചേർന്നാണ്. ഇല്ലെങ്കിൽ പ്രേക്ഷകർ മുഴുവൻ ഇത് തെറ്റിദ്ധരിക്കുന്നതാണ്. ഈ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് ആരാണ് തെറ്റ് ചെയ്തതെന്ന് വെളിപ്പെടുത്തേണ്ടത് ബിഗ് ബോസ് ടീമിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ അത് ചെയ്തു എന്നതിന് കൃത്യമായ തെളിവ് പ്രേക്ഷകർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് ജിൻഡോ ചെയ്തു എന്ന് തന്നെയാണ് ആ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒരാളിലേക്ക് കുറ്റം ചാർത്തുന്ന സമയത്ത് അയാൾ തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവോടുകൂടി അയാളാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങൾ അയാൾ ചെയ്തിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിൽ പിന്നെ അയാൾ ചെയ്തിട്ടുണ്ടോ എന്നോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കേണ്ടത് ബിഗ് ബോസിന്റെയും ലാലേട്ടന്റെയും കടമയാണ്.